എവരിവൺ, ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ്. ഇന്ന് മോർണിംഗിൽ ഞാനൊരു 1 hour പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈവനിങ്ങിൽ പഠിക്കാനിരുന്നപ്പോഴത്തേക്ക് ഒട്ടും പഠിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, നല്ല ബേൺ ഔട്ട്, ക്ഷീണം, അങ്ങനെ കുറേ ഓവർ തിങ്കിങ്, അങ്ങനെ കുറേ പ്രോബ്ലംസൊക്കെ ആയിട്ടാണ് വൈകുന്നേരം പഠിക്കാൻ വേണ്ടിയിരിക്കുന്നത്. എക്സാം തൊട്ടടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടും പ്രൊഡക്റ്റീവ് ആവാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ എത്ര ബേൺ ഔട്ട് ആണെങ്കിലും ഒരു 7 hours സ്ട്രെയിറ്റ് പഠിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നടക്കുമെന്നൊന്നും അറിയില്ലായിരുന്നു പഠിക്കാൻ വേണ്ടി ഇരുന്ന ടൈമിൽ. അതുകൊണ്ട് തന്നെ ഒന്ന് വീഡിയോ ആക്കാമെന്ന് ഓർത്തു. ഈ മടി എന്ന് പറയുമ്പം എനിക്കിങ്ങനെ ഒരു തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഓക്കെ ആവും. പിന്നെ എനിക്ക് വലിയ ബ്രേക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. കണ്ടിന്യൂസ് ഞാനിരുന്ന് അങ്ങനെ പഠിക്കും. ഞാനങ്ങനെ ഓക്കെ ആയി ഒരു 1 hour എങ്കിലും പഠിക്കുവാണെങ്കിൽ സെറ്റ് ആവുള്ളൂ. ആ ഒരു 1 hour എന്ന് പറയുന്നത് എനിക്ക് അത്ര പ്രൊഡക്റ്റീവ് ഒന്നായിരിക്കില്ല. അതുകൊണ്ടാണ് 6 hours പഠിക്കേണ്ട പ്ലേസിൽ ഞാനൊരു 7 hours വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ എന്താണോ ഈ ഒരു 5 hours പഠിക്കുന്ന ടോപ്പിക്സ് എല്ലാം എനിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ടൈമും കൂടെ വേണം. അപ്പോൾ തന്നെ ഒന്ന് റിവൈസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല ഞാൻ എന്താ ചെയ്തതെന്നുള്ള കാര്യത്തിലും. ഈ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീകോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്വന്തമായി ഇത്രയും പ്രൊഡക്റ്റീവായി ഇന്ന് പഠിച്ചല്ലോ എന്നോർക്കുമ്പം തന്നെ ഈ പിന്നെ പഠിക്കാനും അല്ലെങ്കിൽ നാളെ പഠിക്കാനുമുള്ള എനർജി അതിൽ നിന്ന് തന്നെ കിട്ടും. അല്ലെങ്കിൽ കുറേ അവേഴ്സ് ഇരുന്നിട്ട് ഒന്നും പഠിച്ചില്ല അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്നുള്ളൊരു തോട്ട്സ് വന്നാൽ പിന്നെ പഠിക്കാനിരിക്കുമ്പോഴും ഞാൻ എന്തിനു വേണ്ടി പഠിക്കണു എന്നൊരു തോട്ട്സ് എനിക്ക് വരാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 7 hours സ്ട്രെയിറ്റ് പഠിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ബട്ട് എന്നാലും ഓരോ 2 hours അല്ലെങ്കിൽ 3 hours കൂടുമ്പോഴത്തേക്ക് ഒരു 5 minute 10 minute ഞാൻ ബ്രേക്ക് എടുത്ത് ടീ ഇട്ടിട്ട് കുടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് വീട്ടിൽ വിളിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ആരെങ്കിലും ജസ്റ്റ് 5 minute വിളിക്കുക, എന്നിട്ട് ബാക്ക് ടു വന്ന് പഠിക്കും. അങ്ങനെയാണ് കേട്ടോ നോർമലി. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫോൺ അഡിക്ഷൻ ഉണ്ട്. അതിവൻ ന്യൂസ് കാണാനാട്ടോ. ഇപ്പം നടക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ഇത് വരും. ഞാനിപ്പോൾ ഓൾറെഡി ഉള്ളത് UP-യിലാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ, അങ്ങനെ കുറേ തോട്ട്സ് വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ഡേയ്സായിട്ട്. മാത്രമല്ല, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റി അങ്ങനെ എന്തെങ്കിലും വലിയ പ്രോബ്ലംസ് ആണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര സ്ട്രക്കാണ്. എനിക്ക് പിന്നെ ഒന്നും പഠിക്കാൻ പറ്റില്ല. പിന്നെ UPSC എക്സാം മാറ്റി വെക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം മാറ്റി വെക്കരുതെന്നാണ്. കാരണം കുറേ നീണ്ടുപോയാൽ എന്താണെങ്കിലും എനിക്കിനി കുറേ നീണ്ടാലും പഠിക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ നടക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഒരു 3 hours അല്ലെങ്കിൽ ചിലപ്പോൾ 1 hour ഒക്കെ ആകുമ്പോൾ എനിക്കൊരു 5 minute ബ്രേക്ക് വേണം എന്ന് തോന്നും. കാരണം റിവിഷൻ ആകുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ഇങ്ങനെ പഠിച്ച കാര്യങ്ങളായിരിക്കും, നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. അത് വീണ്ടും പഠിക്കുമ്പം എന്ന് വെച്ചാൽ പഠിക്കാതിരിക്കാനും പറ്റില്ല. എനിക്ക് നല്ലപോലെ ബോറടിക്കും. എനിക്കിതറിയാലോ, ഇത് ഞാൻ ഇനി പഠിക്കണോ എന്നും പറഞ്ഞിട്ട് ഒരു ഫുൾ ഫോക്കസിലിരുന്ന് എനിക്ക് പഠിക്കാൻ പറ്റാറില്ല. ഈ 5 minute ബ്രേക്ക് എനിക്ക് 5 hours വരെ നീണ്ടു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ബാക്ക് ടു വന്ന് പഠിക്കും. കാരണം എനിക്കല്ലേ എന്നെ അറിയുള്ളൂ. അങ്ങനെ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്ക് ടു വരുമ്പോഴും എന്തോ മനസ്സിൻ്റെ ഉള്ളിലൊരു എന്തൊക്കെ ഒരു തിങ്കിങ്ങാണ്. എന്താ ചെയ്യണ്ടേ, ഇനി എന്തൊക്കെയാകും, അങ്ങനെ കുറേ ഓവർ തിങ്കിങ് ഒക്കെ എനിക്ക് വരുന്നുണ്ട്. എന്തൊക്കെ ഒരു വിഷമം, അതിന് റീസണൊന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ ഞാൻ റീസെൻ്റ്ലി 1-2 കോമൻറ്റ്സ് കണ്ടായിരുന്നു. ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായി ഇറിറ്റേറ്റ് തോന്നുകയാണ് അത് കേൾക്കുമ്പോൾ എന്ന്. സത്യം പറഞ്ഞാൽ സോറി കേട്ടോ. ഞാൻ നോർമലി സംസാരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര കെയർലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ സംസാരിക്കുമ്പം അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പം നമ്മൾ അത്ര ബോധേഡ് ആവില്ലല്ലോ നമ്മൾ എന്താ സംസാരിക്കണമെന്നുള്ള കാര്യം. അങ്ങനെയാന്ന് തോന്നുന്നു എനിക്ക് വീഡിയോ ചെയ്യുമ്പം വരുന്നൊരു പ്രോബ്ലംസ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതൊരു കാര്യമാണ് അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇവൻ UPSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. നമ്മൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ നമ്മളൊരു കുഞ്ഞ് തെറ്റ് വന്നാൽ, ഒരു കുഞ്ഞു കാര്യം നമ്മൾ മറന്നാൽ നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. അത് ഇവൻ RB എക്സാമൊക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ അവരും ഒന്ന് കെയർഫുള്ളായിട്ട് നല്ലപോലെ റിവൈസ് ചെയ്യണം. ഈ ഒരു സെയിം രീതിയാണ് ഏകദേശം ആ ഒരു എക്സാമിന് റിവൈസ് ചെയ്തില്ലെങ്കിലുള്ള പ്രോബ്ലംസ് എന്താണെന്നറിയാമോ? നമുക്ക് നല്ലപോലെ അറിയാവുന്ന ഏരിയ നമ്മൾ തെറ്റിച്ചിട്ട് വരും, നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല.
അതുകൊണ്ട് എത്ര സ്ട്രോങ് ഏരിയ ആണെങ്കിലും നിങ്ങൾ എക്സാം ആകുമ്പം ഒരു 1 ടൈമെങ്കിലും റിവൈസ് ചെയ്യണം. ടൈമുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ റിവൈസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അങ്ങനെ നല്ലപോലെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടൊക്കെയാണ് പഠിക്കണേ, എന്നാലും നല്ല കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ ഒരു 1 o'clock ആയപ്പോഴായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ഉറങ്ങുന്നത് ഒരു 5 hours ആട്ടോ മാക്സിമം. ചില ഡേയ്സിൽ 7 hours ഒക്കെ ഉറങ്ങാറുണ്ട്, എന്നാലും മാക്സിമം 5 to 6 hours കിട്ടാറുള്ളൂ. അങ്ങനെ ഒരു 5 hours ഉറങ്ങണമെന്ന് ടൈമൊക്കെ വെച്ചിട്ടാണോ കിടക്കുന്നത്. ബട്ട് ആ ഒരു ഡേയിൽ ഞാൻ 6 hours വരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. 6 hours കഴിഞ്ഞിട്ടാണ് എണീറ്റുണ്ടായിരുന്നത്. ചില ഡേയ്സിൽ എനിക്ക് മോർണിംഗിൽ ഒട്ടും പഠിക്കാൻ പറ്റാറില്ല കേട്ടോ. ഈവനിങ്ങിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് മാത്രമേ പഠിക്കാൻ പറ്റാറുള്ളൂ. ആ ഒരു ഡേ അത്യാവശ്യം ഒരു 6 hours 7 hours ഞാൻ നല്ലപോലെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ ദിവസവും നടക്കാറില്ല. അപ്പോൾ ശരി, എല്ലാവരും സ്റ്റഡീസിൽ നല്ലപോലെ ഫോക്കസ്ഡ് ആകുക, റിവൈസ് ചെയ്യുക. താങ്ക് യു ഓൾ.